ഹലോ ഓൾ, പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പൈത്തണിൻ്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് എന്താണ് പൈത്തൺ? പൈത്തൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് ഹൈ ലെവൽ എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ സിസ്റ്റം ആർക്കിടെക്ചറിനോ അതിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റിനോ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലേ? നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം എഴുതി പോവാണ്. അപ്പം അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പം ജനറൽ പർപ്പസ്, അതായത് വൈഡ് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ലാംഗ്വേജിനെയാണ് ജനറൽ പർപ്പസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പം പൈത്തൺ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ഇത് മോസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. എന്താണ് ഇത്രയും പോപ്പുലർ ആവാനായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, പൈത്തൺ പോപ്പുലർ ആവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അതിനെ ഈസി ടു യൂസ് ആൻഡ് ലേൺ, അതായത് പഠിക്കാൻ ഒരു ബിഗിനറിന് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിൻറ്റാക്സ് ആണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ജാവ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, ജാവയിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഔട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ലൈൻസ് ഓഫ് കോഡ്സ് എഴുതണം. പക്ഷേ പൈത്തണിൽ അങ്ങനെയല്ല. പൈത്തണിൽ നമുക്കിപ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത്രയും ഈസിയാണ്. അപ്പോൾ അത് തന്നെയാണ് മോർ പ്രൊഡക്റ്റീവ്, അതായത് ടൈം കൺസ്യൂമിങ് ആണ്. ആ സമയത്ത് ടൈം കൺസ്യൂമിങ് അല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും ലൈൻസ് ഓഫ് കോഡ്സ് എഴുതുന്ന സമയത്ത്, 10-15 ലൈൻസ് ഓഫ് കോഡ്സ് എഴുതുന്ന സമയത്ത് 2-3 ലൈൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത്രയും പ്രൊഡക്റ്റീവാണ്. അപ്പോൾ ടൈം സേവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആവാനായിട്ടുള്ള കാര്യം. പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്, അതായത് അതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടാണ്. പൈത്തൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. പിന്നെ വെർസറ്റാലിറ്റി ഞാൻ പറഞ്ഞു നേരത്തെ, ജനറൽ പർപ്പസ്. അതേപോലെ തന്നെ വെർസറ്റൈൽ എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആവട്ടെ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആവട്ടെ, ഹാർഡ്വെയർ പ്രോഗ്രാമിംഗിലാവട്ടെ, എന്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് പൈത്തൺ ഒരുപാട് ലൈബ്രറീസും ഫ്രെയിംവർക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ലൈബ്രറീസ് ഫ്രെയിംവർക്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ പ്രോഗ്രാമിംഗ് ഈസി ആക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമുക്ക് ചാർട്ട്സ് അല്ലെങ്കിൽ ഗ്രാഫ്സ് ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പൈത്തണിൽ മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. അതേപോലെ സയൻറ്റിഫിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നംപി എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അതേപോലെ ഫ്രെയിംവർക്സ് നമുക്കറിയാം, ജാങ്കോ, ഫ്ലാസ്ക്, അങ്ങനെ ഒരുപാട് ഫ്രെയിംവർക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഡെവലപ്പറിൻ്റെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആയത്. ഓക്കെ, അപ്പോൾ എന്താണ് പൈത്തൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, പൈത്തൺ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഈസി ടു കോഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് അതിൻ്റെ സിൻടാക്സ് നമ്മൾ പറഞ്ഞല്ലോ, വളരെ എളുപ്പമാണ്. സിൻടാക്സ് കോഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെന്താണ് പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോംസിൽ വേണമെങ്കിലും പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പോർട്ടബിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ജാവ അല്ലെങ്കിൽ C++ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വേരിയബിൾ ഡിക്ലറേഷനിൽ ഇൻറ്റ് i=10 എന്ന് കൊടുക്കണം, അല്ലേ? ഓരോ വേരിയബിളും എന്താണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ പൈത്തണിൽ അങ്ങനെ വേണ്ട. i=10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അതിന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് I = 10 എന്ന് പറയുമ്പോൾ I ഇൻറ്റിജർ ആണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? പൈത്തണിനുണ്ട്. അതാണ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒബ്ജക്ട്സ്, ക്ലാസ്സസ്, അതിൻ്റെയൊക്കെ ക്രിയേഷൻസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറയുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ കോഡ് പബ്ലിക്ലി അവൈലബിൾ ആണ്. പിന്നെ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് പൈത്തൺ, C++ യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ എന്താണ് റൺ ചെയ്യുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യാൻ കൊടുക്കണം. പക്ഷെ ഈ പൈത്തൺ അങ്ങനെയല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് പൈത്തൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഓക്കെ. നൗ ഇനി നമുക്ക് പൈത്തൺ ഇൻസ്റ്റാളേഷൻ നോക്കാം. പൈത്തൺ ഇൻസ്റ്റാളേഷൻ നമുക്ക് വളരെ ഈസിയാണ്. പൈത്തൺ ഇൻസ്റ്റാളേഷൻ ഗൂഗിളിൽ പോയിട്ട് പൈത്തൺ ഡൗൺലോഡ് എടുക്കാം. പൈത്തൺ ഇപ്പോൾ പുതിയ വേർഷനാണ്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇപ്പം എൻ്റെ ഇതിനകത്ത് ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. അപ്പം നിങ്ങൾക്കിത് പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.